നമസ്കാരം. എൻ്റെ പേര് ചൈതന്യ ദിനേശ്. ഞാൻ കൊല്ലം ജില്ലയിലെ ഉദ്യോഗാർത്ഥിയാണ്. ഞങ്ങൾ ഞങ്ങൾ എല്ലാവരും ഈ PSC പരീക്ഷയ്ക്ക് വേണ്ടി വർഷങ്ങളായിട്ട് ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികളാണ്. പല ലിസ്റ്റിലും ഉണ്ട്. എന്നാൽ ഒരു ജോലി ഇതുവരെ ലഭിച്ചിട്ടില്ല. അത് കിട്ടാൻ വേണ്ടി അഹോരാത്രം ശ്രമിക്കുന്നുമുണ്ട്. അപ്പോഴാണ് ഞങ്ങൾക്ക് ഏജ് ലിമിറ്റ് കഴിഞ്ഞു പോയത്. അപ്പം ഞങ്ങൾക്ക് ഗവൺമെൻറ്റിനോട് ഒരു അപേക്ഷയുണ്ടായിരുന്നു. ഇപ്പോൾ നിലവിൽ പങ്കാളിത്ത പെൻഷൻ്റെ അടിസ്ഥാനത്തിൽ പങ്കാളിത്ത പെൻഷനിൽ ഈ വിരമിക്കൽ പ്രായം 60 വയസ്സാണ്. 56-ൽ നിന്നും പഴയ സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ 56 വയസ്സാണെങ്കിൽ പങ്കാളിത്ത പെൻഷൻ 2013 നിലവിൽ വന്നപ്പോൾ 60 വയസ്സാക്കി. എന്നാൽ ഏജ് ലിമിറ്റ് നമുക്ക് അപേക്ഷിക്കേണ്ട PSC പരീക്ഷയ്ക്ക് അപേക്ഷിക്കേണ്ട പ്രായപരിധി വർദ്ധിപ്പിച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ 14 ജില്ലയിലെയും ഉദ്യോഗാർത്ഥികൾ ഒരു വാട്സപ്പ് കൂട്ടായ്മയിലൂടെ ഒരു കൂട്ടായ്മ, അതിൻ്റെ ഒരു പ്രവർത്തനം എന്ന നിലയ്ക്ക് ഞങ്ങൾ ഗവൺമെൻറ്റിന് ഒരു അപേക്ഷ കൊടുത്തിരുന്നു. ഞങ്ങൾക്ക് ഏജ് ലിമിറ്റ് വർദ്ധിപ്പിച്ചു തരിക എന്നുള്ളത്. പ്രായപരിധി PSC പരീക്ഷയ്ക്ക് അപേക്ഷിക്കേണ്ട പ്രായപരിധി വർദ്ധിപ്പിക്കണം എന്നുള്ള ഒരു ആവശ്യം. അത് ഇപ്പോൾ നിലവിൽ 36 വയസ്സായിരുന്നു. അപ്പോൾ ഈ പങ്കാളിത്ത പെൻഷനിൽ 56-ൽ നിന്ന് 60 വയസ്സാക്കി വിരമിക്കൽ പ്രായം വർദ്ധിപ്പിച്ചതുപോലെ അതിന് ആനുപാതികമായിട്ട് അപേക്ഷിക്കേണ്ട പ്രായപരിധി 36-ൽ നിന്നും 40 വയസ്സാക്കി വർദ്ധിപ്പിക്കണമെന്നുള്ള ഞങ്ങളുടെ ഒരു ന്യായമായ ആവശ്യം. അതായിരുന്നു ഞങ്ങൾ ഗവൺമെൻറ്റിന് മുന്നിൽ ഒരു അപേക്ഷ കൊടുത്തിരുന്നത്. അപ്പോൾ ആ അപേക്ഷ കൊടുത്ത ശേഷം ഞങ്ങൾ ഇത് ഭരിക്കുന്ന പാർട്ടി, അതായത് ഗവൺമെൻറ്റാണ് ഒരു നയപരമായ തീരുമാനം, ഏജ് ലിമിറ്റ് വർദ്ധിപ്പിക്കുക എന്നൊരു തീരുമാനം PSCയുടെ പരിധിയിൽ വരുന്നതല്ല. അത് അനുവദിച്ചു തരുന്നത് സർക്കാരാണ്. സർക്കാരിൻ്റെ നയപരമായ തീരുമാനമാണ് അതിന് കൈക്കൊള്ളേണ്ടത്. അത് മനസ്സിലാക്കിയ ഞങ്ങൾ ഈ നിവേദനം സമർപ്പിച്ചതിനോടൊപ്പം സർക്കാരിനോട് ശുപാർശ ചെയ്തു. അതിനുവേണ്ടി ഭരിക്കുന്ന പാർട്ടിയെ ഇങ്ങ് താഴെത്തട്ടിൽ നിന്ന് ജില്ലാതലങ്ങളിൽ എല്ലാ 14 ജില്ലയിലെ ഉദ്യോഗാർത്ഥികൾ അവരുടേതായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ചു. ആ പ്രവർത്തനങ്ങളെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആദ്യം ഞങ്ങൾ സംസ്ഥാന സെക്രട്ടറിയെ കണ്ടിരുന്നു. CPയുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ബിനോയ് വിശ്വം സാർ. പിന്നെ അതിനുശേഷം ജില്ലാ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ജില്ലാ സെക്രട്ടറിമാരെയും യൂത്തിൻ്റെ AIYFൻ്റെ ജില്ലാ സെക്രട്ടറിമാരെയും സമീപിച്ചിരുന്നു. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി നല്ല നിർദ്ദേശങ്ങളും സഹായങ്ങളും പിന്തുണയും എല്ലാം ഞങ്ങൾക്ക് ഈ ഒരു ആവശ്യകതയിലേക്ക് എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾക്ക് ഇവിടെയൊക്കെ സമീപിച്ചപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങൾ പോകുന്ന ഒരു അനുഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഒരു ആവശ്യം വീട്ടിലുള്ളവരോട് പറയുന്നത് പോലെ അനുഭവമാണ് ഞങ്ങൾക്ക് CPയുടെ ഭാഗത്തു നിന്നുണ്ടായത്. CPയുടെ ജില്ലാ സെക്രട്ടറിമാരെ എല്ലാ 14 ജില്ലയിലും CPയുടെ ജില്ലാ സെക്രട്ടറിമാരും ഞങ്ങളോട് സഹകരിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾക്ക് മറക്കാൻ കഴിയില്ല. ഞങ്ങൾക്ക് വളരെയധികം പിന്തുണ. അതോടൊപ്പം നമ്മുടെ യൂത്തിൻ്റെ AIYFൻ്റെ സംസ്ഥാന സെക്രട്ടറി സഖാവ് ജിസ്മോൻ സഖാവിനെ ഞങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കില്ല. അദ്ദേഹം ഞങ്ങൾക്ക് ആത്മാർത്ഥപരമായിട്ട് സത്യസന്ധമായിട്ട് ഞങ്ങളുടെ വിഷയം കേൾക്കുകയും ഞങ്ങളോടൊപ്പം ഇരുന്ന് അദ്ദേഹത്തിന് ചെയ്യാൻ പറ്റുന്ന നിർദ്ദേശങ്ങളും സഹായങ്ങളും എല്ലാം ഞങ്ങൾക്ക് അദ്ദേഹത്തിന് കഴിയുന്ന സമയമില്ലാഞ്ഞിട്ട് പോലും ഞങ്ങളുടെ വിഷയത്തിൽ വളരെയധികം പ്രാവശ്യം അദ്ദേഹം ഇടപെട്ടു. അത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ്. കാരണം ഈ ഒരു ആവശ്യമായിട്ട് ഞങ്ങൾ ഗവൺമെൻറ്റിനെ സമീപിക്കുമ്പോൾ അത് ഉടനടി ഞങ്ങൾക്ക് അത് വെച്ച് കിട്ടില്ലല്ലോ. കുറച്ച് ടൈം എടുക്കും. അതിൻ്റെ ആ ഫയൽ പ്രൊസീജിയർ, പിന്നെ ആ ഗവൺമെൻറ്റിന് ആ ഒരു നയപരമായ തീരുമാനം കൈക്കൊള്ളുന്നതിന് കുറച്ച് സമയമെടുക്കും. അപ്പോഴെല്ലാം ഞങ്ങൾ വളരെ ആശങ്കയിലായിരുന്നു, ഞങ്ങൾക്ക് ഇത് അനുവദിച്ച് കിട്ടുമോ ഇല്ലേ എന്നുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് CPയുടെ ഭാഗത്തു നിന്ന് വളരെയധികം പിന്തുണയാണ് ഉണ്ടായത്. അപ്പം ഈ അവസരത്തിൽ കഴിഞ്ഞ ക്യാബിനറ്റിൽ ഞങ്ങളുടെ വിഷയം ജനകീയ സർക്കാർ ഞങ്ങളുടെ വിഷയം പരിഗണിച്ചു. ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ഞങ്ങളുടെ വർഷങ്ങളായിട്ടുള്ള ഞങ്ങളുടെ ഈ ആവശ്യം പരിഗണിച്ചു എന്നുള്ളതാണ്. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഞങ്ങൾ PSC പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇതൊരു പുതുവർഷമാണെന്ന് തന്നെ ഞങ്ങൾ കണക്ക് കൂട്ടുന്നു. ഞങ്ങൾക്കല്ല, ഇതിൻ്റെ കൂടുതൽ ഇതിന് പുറകെ വരുന്ന ഭാവി തലമുറയ്ക്ക്
തന്നെ ഈ ഏജ് ലിമിറ്റ് വർദ്ധിപ്പിച്ചതുകൊണ്ട് ഒരവസരം ആണ് ഗവൺമെൻറ് നൽകുന്നത്. ഇപ്പോൾ തൊഴിലില്ലായ്മ അതല്ലെങ്കിൽ ഒരു PSC പരീക്ഷ എഴുതി ഇപ്പോഴത്തെ ഉദ്യോഗാർത്ഥികളോടൊപ്പം മത്സരിച്ച് അവിടെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട് അവർ ജോലി കിട്ടുക എന്നുള്ളത് വളരെ എഫോർട്ടാണ്. അതിലേക്ക് ഉദ്യോഗാർത്ഥികളെ വീണ്ടും ഒരു പ്രോത്സാഹനം നൽകി അവർക്ക് ഒരു അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് ഗവൺമെൻറ് എല്ലാവിധ ഒരു സപ്പോർട്ടും ഞങ്ങൾക്ക് ഈ ഒരു ഓർഡറിലൂടെ തന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിനോടും ഈ ജനകീയ സർക്കാരിനോട് എല്ലാവിധ ആശംസകൾ ഞങ്ങൾ പറയുവാണ്. ഞങ്ങൾ 14 ജില്ലയിലെ ലക്ഷക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ഈ സർക്കാരിന് പിന്തുണ പറയുന്നുണ്ട്. അത് ഞങ്ങൾ ആദ്യമേ തന്നെ ഞങ്ങൾക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു, ഈ ഗവൺമെൻറ് ഞങ്ങൾക്കത് അനുവദിച്ച് തരും. കാരണം ഞങ്ങൾ കാണാൻ പോകുന്ന നേതാക്കന്മാരെല്ലാം ഞങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും നൽകി. ഒരിക്കൽ കൂടെ പറയുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് മനസ്സിലായതാണ് ഈ ഗവൺമെൻറ് ന്യായമായ ഒരാവശ്യം ഞങ്ങൾക്ക് നടത്തി തരും എന്നുള്ളത്. ആ ഉറപ്പിന്മേൽ തന്നെയാണ് ഞങ്ങൾ ഈ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയത്. അപ്പോൾ കുറച്ച് ടൈം എടുത്തു. പക്ഷേ അതിനൊരു ഫലം കണ്ടെത്തി, ഞങ്ങൾക്ക് അത് അനുവദിച്ച് കിട്ടി. പിന്നെ ഒരു കാര്യം കൂടി, ഞങ്ങൾ ആദ്യമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ഈ ആവശ്യമായിട്ട് ചെന്നപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ ഒഫീഷ്യൽസ്, ഞങ്ങളുടെ പ്രദീപ് സാറ് പറഞ്ഞൊരു വാചകമുണ്ട്. അതായത്, നിങ്ങൾ ഒരാളായാലും നിങ്ങൾ 9 പേരായാലും ന്യായമായ ഒരു ആവശ്യമാണെങ്കിൽ സർക്കാർ, ഈ ജനകീയ സർക്കാർ അത് നടത്തിത്തരും. അപ്പം ഇവിടെ ബിനോയ് വിശ്വം സാറ്, ഞങ്ങളുടെ CPയുടെ സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹം ഞങ്ങൾക്ക് പറഞ്ഞത് CPI നിങ്ങളോടൊപ്പമുണ്ട്. ഉദ്യോഗാർത്ഥികളുടെ വിഷയത്തിൽ നിങ്ങളുടെ ന്യായമായ ആവശ്യം നടത്തിത്തരുന്നതിന് സർക്കാരിനോട് ശുപാർശ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ഒന്നുകൊണ്ടും CPയുടെ ഭാഗത്തുനിന്ന് യാതൊരു പ്രതികൂല സാഹചര്യവും ഇല്ല. നിങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും ഞങ്ങൾ ഉദ്യോഗാർത്ഥികൾ എല്ലാവർക്കും വേണ്ടിയിട്ട് നല്ല കാര്യത്തിന് വേണ്ടി ഞങ്ങൾ കൂട്ടുനിൽക്കും. അതാണ് അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത്, ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഒരു ആവശ്യം പറയുന്നത് പോലെ ഒരു അനുഭവമാണ് CPയുടെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്കുണ്ടായത്. എന്നാൽ ഞങ്ങളെ ഭരിക്കുന്ന പാർട്ടി CPM CPI അങ്ങനെ വേർതിരിവില്ല, ഭരിക്കുന്ന പാർട്ടി എന്നാണ് ഞങ്ങൾ പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും CPIയുടെ കാര്യം ഞങ്ങൾ പറയുകയാണ്. അത് ഞങ്ങൾക്ക് വേറിട്ട് പറയണം. അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത്. നന്ദി.